ജീവിക്കാനായി ഒരു ബസ് വാങ്ങിയതോടെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോട്ടയത്ത ഒരു വീട്ടമ്മ. സ്വകാര്യ ബസ്സും പെർമിറ്റും ചേർത്ത് വാങ്ങുന്നതിന് വേണ്ടി 17 ലക്ഷം രൂപ നൽകിയെങ്കിലും ബസ്സുടമ ബസ്സും പെർമിറ്റും പേരുമാറി നൽകാതെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഈ സംഭവത്തിൽ കോട്ടയം കറുകച്ചാൽ സ്വദേശിനി ഷേർലി ജേക്കബ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കഴിഞ്ഞു. ഈ പരാതിക്കാരിയായ വീട്ടമ്മ നമുക്കൊപ്പം ചേരുകയാണ്. എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു, 42 വർഷമായിട്ട് വിദേശത്തായിരുന്നു. അവിടുന്ന് കൊറോണ സമയത്ത് പോരേണ്ടി വന്നു. ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബസ് വാങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഒരാൾ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു. TC തോമസ്, ചാന്നാനിക്കാട്. ആ വ്യക്തിയിൽ നിന്ന് ഞങ്ങളൊരു ബസ് വാങ്ങാനിടയുണ്ടായി. 11 ലക്ഷം രൂപ ആദ്യം ഞങ്ങൾ കൊടുത്തു എഗ്രിമെൻ്റ് പ്രകാരം. അത് കഴിഞ്ഞിട്ട് 6 ലക്ഷം രൂപ കൂടെ കൊടുത്തു, 17 ലക്ഷം രൂപയും കൊടുത്തു. പക്ഷേ അത് TP പെർമിറ്റ് ആണെന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു. പെർമിറ്റ് പക്കാ പെർമിറ്റ് ആണെന്നാണ് നിങ്ങൾ വാങ്ങുന്നത്. പക്കാ പെർമിറ്റ് ആണെന്നുള്ളത് ഞങ്ങൾ വാങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് TP പെർമിറ്റ് ആണെന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പുതുക്കണമെങ്കിൽ ഈ പുള്ളിയുടെ പേരിലാണ് പെർമിറ്റ് ആയതുകൊണ്ട് RTO ഓഫീസിൽ പുള്ളി ആപ്ലിക്കേഷൻ ഇട്ടാൽ മാത്രമേ ഞങ്ങൾക്കത് പുതുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പുള്ളി RTO ഓഫീസിൽ ഞങ്ങളുടെ പേരിൽ ജോയിൻ്റ് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴത്തേക്ക് 2007 മോഡൽ ബസ് പ്രൈസ് മണി 2 ലക്ഷം രൂപയും TP പെർമിറ്റ് 23 ലക്ഷം രൂപയുമായിട്ട് 25 ലക്ഷം രൂപയ്ക്കാണ് വില സംബന്ധിച്ച് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ 5 ലക്ഷം രൂപ ക്യാഷ് ചെക്കും വാങ്ങി. ഇത് കഴിഞ്ഞ് RTO മീറ്റിങ്ങിൽ പുള്ളി പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഒബ്ജക്റ്റ് ചെയ്തു. അങ്ങനെ അപേക്ഷയിട്ടു. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന് ശേഷം ഈ 17 ലക്ഷം രൂപ കൈപ്പറ്റിയതിന് ശേഷം ഈ വാഹനം നിങ്ങളുടെ പേരിലേക്ക് പേര് മാറുന്നതിന് അദ്ദേഹത്തിന് എതിർപ്പുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് RTA ബോർഡിൽ ഒബ്ജക്ഷൻ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ക്യാഷ് ചെക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ബാങ്കിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ആ ചെക്ക് കൈമാറാതെ മാറിക്കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് 17 ലക്ഷം രൂപ ഇപ്പോഴും TC തോമസിൻ്റെ കയ്യിലാണ്. ഈ ബസ് നിലവിൽ എവിടെയാണുള്ളത്? ബസ് നിലവിൽ ഞങ്ങളുടെ കയ്യിലായിരുന്നു. ബസ് 28/9 ഇയാളുടെ ഡ്രൈവറും കൂടെ ചേർന്ന് ബസ് മോഷ്ടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത് മോഷ്ടിച്ചതോടുകൂടി ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്കും കോട്ടയം ഈസ്റ്റിലെ SHOയ്ക്കും പരാതി നൽകി. ഇതുവരെ പരാതിക്ക് യാതൊരു നീതിയും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കോടതിയിൽ നിന്ന് CMB എടുത്തു. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ 17 ലക്ഷം രൂപ നിങ്ങളുടെ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, ബസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലതാനും. ഇല്ല, വണ്ടിയും ഇല്ല, പെർമിറ്റും ഇല്ല. ഞങ്ങൾക്ക് ഒന്നും ഇല്ലാതിരിക്കുക, ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും യാതൊരു മാർഗവും ഇല്ല. എന്നെപ്പോലെ തന്നെ ഒത്തിരി ആൾക്കാരെ ഇയാൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിലവിൽ ഹൈക്കോർട്ടിൽ ഇയാളുടെ പേരിൽ കേസ് നിലനിൽപ്പുണ്ട്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ്? ഇത് കോട്ടയം മട്ടിപ്പീടിക മെഡിക്കൽ കോളേജ്, കുമരകം റൂട്ട്. ഇത് പക്കാ പെർമിറ്റ് ആണെന്നുള്ള ധാരണയിലാണ് നിങ്ങളിത് വാങ്ങുന്നതെന്ന് പറഞ്ഞു, ബസ് വാങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങുന്നതിന് മുമ്പ് ഈ പെർമിറ്റ് പരിശോധിച്ച് നോക്കിയില്ലായിരുന്നു? ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല TP പെർമിറ്റ് ആണെന്നുള്ളത്, ഒരിക്കലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്കാ പെർമിറ്റ് ആണെന്നോർത്താണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഈ പെർമിറ്റ് പുതുക്കാതെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ മേലാതെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത് ഇത് TP പെർമിറ്റാണ്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിനിപ്പോൾ ഞങ്ങളുടെ പേരിലാക്കാതെ ഞങ്ങൾ ഇനി ക്യാഷ് ബാക്കി തരത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഇയാൾ കേട്ടില്ല. ഇയാൾ വീണ്ടും ഞങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചതിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ആ ബസ് ഓടിക്കൊണ്ടിരുന്ന റൂട്ട് ഇപ്പോൾ ആ ബസ് എവിടെയാണ് നിങ്ങൾക്കറിയില്ല, ഇദ്ദേഹം കടത്തിക്കൊണ്ട് പോയി എന്ന് നിങ്ങൾ പറയുന്നു. നിലവിൽ ആ റൂട്ടിൽ ബസ് ഓടുന്നുണ്ടോ? ഈ അട്ടിപ്പീടിക കോട്ടയം റൂട്ടിൽ ബസ് ഓടുന്നുണ്ടോ? ബസ് ഓടുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടിയിലുള്ള പെർമിറ്റ് ഇയാൾ ഇപ്പോൾ വേറൊരു വണ്ടി എടുത്ത് പെർമിറ്റ് ഇട്ടുകൂടി പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ റൂട്ടിൽ അദ്ദേഹം വേറൊരു വണ്ടി എടുത്ത് TP ആ പെർമിറ്റിലോടി പൈസ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഇനിയുള്ള ആവശ്യം എന്താണ്? ഈ ബസ് തിരികെ കണ്ടെത്തി നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളതാണോ, അതോ ഈ പണം കിട്ടണം? എന്താ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് വണ്ടി വേണ്ട. വണ്ടി ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇയാൾ പ്രശ്നം ഉണ്ടാക്കുക. ഞങ്ങളുടെ പൈസ കിട്ടിയാൽ മാത്രം മതി. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അല്ലാതെ TC തോമസുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും വേണ്ട. ഇത്രയും ഞങ്ങളെ ചതിച്ച അങ്ങേരെ ഇനി ബസ് തന്നാലും ഞങ്ങൾക്ക് വേണ്ട. അയാൾ എന്തെല്ലാം ആ വണ്ടിക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് അത് ചെയ്ത് പണി തീർക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ബസ് വേണ്ട, ഞങ്ങളുടെ പൈസ തന്നാൽ മതി. നിലവിൽ ഈ ബസ് എവിടെയുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് പോയാണ് ഞങ്ങൾ ഈ ബസ്സിൻ്റെ
ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. കോട്ടയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഒരു വീട്ടമ്മ ഉപജീവന മാർഗത്തിന് വേണ്ടി 17 ലക്ഷത്തോളം രൂപ നൽകി ഒരു സ്വകാര്യ ബസ്സും പെർമിറ്റും വാങ്ങുകയായിരുന്നു. പക്കാ പെർമിറ്റാണ് എന്ന് പറഞ്ഞാണ് ആ ബസ് തങ്ങൾക്ക് മുന്നുടമ വിറ്റതെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ആ ബസ്സിൻ്റെ പെർമിറ്റ് വെറും ടെമ്പററി പെർമിറ്റ് മാത്രമായിരുന്നു. അതിനുശേഷം ആ വാഹനവും പെർമിറ്റും ഈ പണം കൈപ്പറ്റിയെങ്കിലും ഇവരുടെ പേരിലേക്ക് മാറി നൽകാതെ അയാൾ തങ്ങളെ ചതിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അതിനുശേഷം ആ ബസ് ആ മുന്നുടമ കടത്തിക്കൊണ്ട് പോയി എന്നും ഇവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസായി മുന്നുടമയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.